കാര്യം പറയാവേ, നമ്മള് ആത്മീയ മനുഷ്യന് വേണ്ടി നമുക്ക് ആത്മാവിനെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ആരും വെറുതെ വന്നിട്ടുള്ളവരില്ല. എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മുടെ ആത്മാവിനെ കൺസിഡർ ചെയ്യുന്നവരാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മുടെ ആത്മാവിനെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ്, ഈശോയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, ഈശോയെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇതെല്ലാം ഈ കണ്ടീഷനൊക്കെ നമുക്ക് ഓക്കെയാണ്. ഇതെല്ലാം നമ്മൾ റെഡി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. പക്ഷേ നമുക്ക് പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് നമ്മൾ ഇത് ചെയ്യാൻ കാര്യം, നമ്മൾ ഇതൊക്കെ ചെയ്യാൻ കാര്യം നമുക്കൊരു സന്തോഷമുള്ളതാണല്ലോ. നമുക്കൊരു പ്രത്യേക സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് ഈശോയെ കൊടുക്കുമ്പോഴും ഈശോയെ കേൾക്കുമ്പോഴും ഒക്കെ നമുക്കൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ കാര്യം. നമുക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ സന്തോഷം എടുത്ത് കളയും. നമുക്കിത് ചെയ്യുമ്പോൾ പ്രത്യേക സന്തോഷം തോന്നത്തൊന്നുമില്ല. അങ്ങനെയല്ല, ഇതൊരു അതാണ് ഡ്രൈനസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല്. നമുക്കിത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകിച്ച് സന്തോഷം, ഈ മീറ്റിംഗ് വന്നാലും വന്നില്ലെങ്കിലും ഒരു അങ്ങനത്തെ ഒരു ഫീലൊക്കെ ചിലപ്പോൾ വരാതെ കുറെ കഴിയുമ്പോഴേ ഇത് ചെ- ഒരു ഇതൊരു അങ്ങനത്തെ രീതിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ വരും. അങ്ങനെയൊക്കെ വന്നാലും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു സാധനമുണ്ട്. അതായത് അത് നമ്മുടെ ഞാൻ ഈ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനകത്ത് ഇങ്ങനെ മദർ തെരേസയുടെ ഒരു ലൈഫിനെ കുറിച്ച് പറയുന്ന ഒരു സാധനമുണ്ട്. മദർ തെരേസയ്ക്ക് നമുക്ക് അറിയാവുന്ന പോലെ പറയുന്ന ഒരു സാധനമാണ്. അതായത് 40 വർഷത്തോളം മദർ തെരേസയ്ക്ക് ഡ്രൈനസ് ആയിരുന്നു. 40 വർഷത്തോളം. അതായത് ഒരു മൊമെന്റിൽ വെച്ച് മദർ തെരേസ ഈശോയുടെ ദാഹം തിരിച്ചറിഞ്ഞ് കോൺവെന്റിൽ നിന്ന് ഇറങ്ങി കൽക്കട്ടയിൽ വന്നു, കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഈ മൊമെന്റ് തൊട്ട് മദർ തെരേസയ്ക്ക് ഇത് പോയി. കർത്താവായിട്ടുള്ള ഒരു ഈശോ ഈ ഒരു ഡ്രൈനസ് അങ്ങ് വന്നു. ചെയ്യുന്ന കാര്യങ്ങളുടെ ആ സന്തോഷവും കാര്യങ്ങളും, അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്നുള്ള സാധനം, അതുപോട്ട് സാധനം വരെ എടുത്ത് കളയുന്ന രീതിക്ക് മദർ തെരേസയുടെ ലൈഫിലേക്ക് വന്നു. പക്ഷെ മദർ തെരേസ കംപ്ലീറ്റ് ഡ്രൈനസ് ആണ്. ഈ ഡ്രൈനസ് കണ്ടിന്യൂ, ഇത് 40 വർഷത്തോളം ഇതുണ്ടായിരുന്നു പറഞ്ഞു. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഈ സംഭവം ഉണ്ടായിരുന്നു. ഇതൊന്നും ഈ ദൈവം ഉണ്ടെന്നും ആ ഒരു കാര്യം പോലും ഇല്ല. അങ്ങനത്തെ ഒരു എന്നുവെച്ചാൽ ആ ഒരു ഫീൽ കിട്ടുന്നില്ല. പക്ഷെ എന്നിട്ടും മദർ ഇത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുകയും ഈശോയ്ക്ക് വേണ്ടി ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ മദർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാന് ആദ്യ സമയങ്ങളിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് ഈശോയെ അനുഭവിക്കാൻ പറ്റാത്തത് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പം എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമിച്ചു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നാ ഈശോ ഈശോ ഗത്സമൻ തോട്ടത്തില് ആയിരുന്ന സമയത്ത് പിതാവുമായുള്ള ബന്ധം പോയി. പിതാവുമായുള്ള ബന്ധം പോയി. കരഞ്ഞല്ലോ. രക്തം വീർത്ത് കരഞ്ഞു. ആ സമയത്ത് ആരുമില്ല. ഒറ്റപ്പെട്ട പോയ ഒരു അവസ്ഥയിലേക്ക് ഈശോ പോയി. ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല, എല്ലാവരും പോയി. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് കർത്താവ് പോയി. ആ ഒരു വേദനയിലേക്ക് ഈശോ പോയി. ഈ ഈശോയുടെ ആ വേദന ഈശോ എനിക്ക് ഷെയർ ചെയ്യുവാന്നേ. ഈശോയുടെ ആ വേദന ഈശോ എനിക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ മദർ ആ ഒരു ഡ്രൈനസിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈശോ എനിക്ക് ആ വേദന ഷെയർ ചെയ്യുവാണ്. അങ്ങനെ ആ ഡ്രൈനസിനെ അക്സെപ്റ്റ് ചെയ്തപ്പോഴേക്കും ഈ ഡ്രൈനസിനകത്ത് ഈ ഹിഡൻ ആയിട്ടിരിക്കുന്ന ഈശോ ഉണ്ടല്ലോ, നമുക്ക് തമ്മിൽ അനുഭവിക്കാൻ പറ്റുന്ന ഹിഡൻ ആയിട്ടിരിക്കുന്ന ഈശോയെ സ്നേഹിക്കാൻ മദർ പഠിച്ചു. ഹിഡൻ ആയിട്ടിരിക്കുന്ന ഈശോയെ സ്നേഹിക്കാനായിട്ട് മദർ ഇങ്ങനെ പഠിച്ചു. ഭയങ്കര നൈസായിട്ട് എഴുതിയേക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ എന്തിനു ഈശോയ്ക്ക് വേണ്ടി നിൽക്കുന്നു. ചിലപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരിക്കാം. ഈ സന്തോഷം പോയാൽ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നിൽക്കുവോ? നമ്മൾ ഇപ്പം മരുന്ന് വരുന്നു, നമുക്ക് ഇതൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഉള്ളിൽ തോന്നുന്ന ചില സന്തോഷങ്ങളും കാര്യങ്ങളാണെങ്കിൽ ഈ സന്തോഷം എടുത്ത് കളഞ്ഞാൽ നമ്മൾ നിൽക്കുവോ എന്നൊരു സാധനം നമ്മളത് ചിന്തിച്ചു നോക്കണം. അത് അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ അതിനെ കുറച്ചുകൂടെ വർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് അങ്ങനെ ബൈബിൾ പറയുന്നുണ്ട്, ഈശോ പറഞ്ഞ അതിനുണ്ട്, എന്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന വേനുണ്ട്. എന്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഞാനിപ്പോ പറയുന്ന സാധനം ലൈഫ് ലോങ് സാധനം പറയുന്നത് കേട്ടോ. എന്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നത് വചനം. ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഈശോ പറയുകയാണ്. നമ്മള് ഈശോയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഈശോ എന്റെ സ്നേഹം അനന്തമാണ്, എന്റെ വിശ്വസ്ത അചഞ്ചലവും. കർത്താവിന്റെ സ്നേഹം അനന്തമാണ്, അവിടുത്തെ വിശ്വസ്ത അചഞ്ചലമാണ്. യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരു തന്നെയാണ് അവനെ പറയുന്നത്. ഈശോ എപ്പോഴും ഒന്നാണ്. ഈശോ എപ്പോഴും ഒന്നുപോലെ നിൽക്കുന്ന ആളാണ്. നമുക്ക് ചിലപ്പോൾ ഇത് അനുഭവിക്കാൻ ചില സമയത്ത് പറ്റില്ലായിരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ അവസ്ഥ, നമ്മളെ ഇനി പിശാചിനെ പൂട്ടണമെങ്കിൽ അതാണ് പുള്ളിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്കിപ്പോ ഭയങ്കരമായിട്ട് കർത്താൻ ഓടി നടക്കുക ചാടുന്ന ആൾക്കാരായിരിക്കും നമ്മള്. പക്ഷെ നമ്മളെ പൂട്ടണമെങ്കിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഡ്രൈനസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് കൊണ്ടുവരാം. ഇങ്ങനെ പല സാധനങ്ങളുണ്ടല്ലോ. ഇപ്പൊ പല പല സാധനങ്ങൾ പുള്ളിക്ക് ട്രൈ ചെയ്യാം നമ്മളെ വീഴ്ത്താൻ വേണ്ടി. അപ്പൊ ഈ ഡ്രൈനസ് കോമൺ ആയിട്ട് വരാൻ പറ്റുന്ന സാധനമാണ്. അതെങ്ങനെ നമുക്കൊരു ചെയ്യുന്ന ഒരു തിരക്കുകളൊക്കെ വരുന്നു, അപ്പൊ നമുക്കൊരു ഇതിന് സന്തോഷം തോന്നുന്നില്ല, അങ്ങനെയൊക്കെ സാധനമൊക്കെ വരാം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നിൽക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോൾ എന്ത് സംഭവിച്ചാലും, കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നീ എനിക്ക് പ്രത്യേക സന്തോഷം തരുന്നുണ്ടോ, ഞാൻ നിന്റെ കൂടെ നിൽക്കുമ്പോൾ തരുന്ന ഒരു സുരക്ഷിതത്വം, കിട്ടുന്ന ഒരു സുരക്ഷിതത്വം കൊണ്ടൊന്നും അല്ല ഈശോ ഞാൻ നിൽക്കുന്നത്.
ഞാൻ നിന്നെ സ്നേഹിക്കുകയും ഞാൻ നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് നീ എനിക്ക് വേണ്ടി മരിച്ച് നീ എനിക്ക് വേണ്ടി ഉയർത്ത് നീ എന്റെ പാപങ്ങൾ പോക്കി. അതുകൊണ്ടാണ് കർത്താവെ ഈ നിന്റെ സ്നേഹം ഇങ്ങനെ അനന്തമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നിടത്തെ നമുക്ക് നമ്മുടെ വിശ്വാസം നിലനിൽപ്പുണ്ടാകത്തുള്ളേ. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു കാരണവശാലും എന്നും അവൻ എന്തെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും. അവന് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ലെങ്കിലും അവൻ ഈശോയ്ക്ക് വേണ്ടി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആരും പുറകെ തള്ളേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കണം, പ്രാർത്ഥിക്കണം എന്ന് ആരും തള്ളേണ്ട കാര്യം. നിങ്ങൾ പ്രാർത്ഥിക്കുക, എല്ലാ സമയവും പ്രാർത്ഥിക്കണം എന്ന് ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. അവൻ പ്രാർത്ഥിക്കും. കാരണം അവന്റെ സ്നേഹം അനന്തമാണ്. അവൻ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആരും പോയി പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം.